ഹലോ, ഞാനാ ദിവ്യ ഫോണിൽ. ഞങ്ങൾ പറഞ്ഞത് എനിക്ക് ഓക്കെയാ. ഇതൊന്നും ആരും അറിയില്ലല്ലോ അല്ലേ? നമ്മൾ രണ്ടാൾ മാത്രം. ഇനി ഇതെനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്നെ എൻ്റെ പാട്ടിന് വിടില്ലേ? നിനക്ക് തോന്നുമ്പോൾ വിട്ടുപോകാം. ശരി, ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാൻ ഫോൺ ചെയ്യാം. സാർ, പുതിയ ചരക്ക് ഈ ആഴ്ച റെഡിയാ. നീ വളച്ച വളയാത്ത ചരക്കുകളേ ഇല്ലടാ. ആവശ്യങ്ങൾ ഒരു മനുഷ്യനെ എവിടെ വേണമെങ്കിലും എത്തിക്കും. അതും അത്യാവശ്യം പെണ്ണിനാണെങ്കിൽ ഏതറ്റം വരെയും അവർ പോകും. അപ്പോൾ ഇനി അടുത്തതാരാ? സംഗീത. എന്താ പറയാനുള്ളത്? നിന്റെ പേര് സംഗീത. നിന്റെ അച്ഛനൊരു ചെറിയ ജോലിയുണ്ട്. നീ കുഞ്ഞായിരുന്നപ്പോഴേ നിന്റെ അമ്മ മരിച്ചുപോയി. ഇതുവരെ വളരെ കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത്. നീ ഇതിലും കൂടുതൽ പഠിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമാണ്. അതുകൊണ്ട് പറയാം. നല്ലവണ്ണം ആലോചിക്കുക. നീ ഏതു വിധത്തിൽ ചോദിച്ചാലും എൻ്റെ മറുപടി ഇങ്ങനെ തന്നെയായിരിക്കും. അവൾക്ക് ഭയങ്കര ജാടയാണല്ലേ പോട്ടവള്. അവളുടെ പിന്നാലെ നടന്നാ നമ്മുടെ ബിസിനസിനെ പറ്റി പുറത്തറിയും. മനുഷ്യന്മാർ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പൈസയോട് അത്യാർത്തിയുള്ളതും മറ്റൊന്ന് പ്രാണഭയമുള്ളവരും. പണത്തോട് താല്പര്യമില്ലെങ്കിൽ
പ്രാണഭയം തീർച്ചയായിട്ടും ഉണ്ടാവും. അവക്ക് ഭയമുള്ളതായിട്ട് തോന്നുന്നില്ല. നല്ല ധൈര്യമുള്ളവളാ. നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവളെ കൊല്ലൂന്ന് പറഞ്ഞാൽ അത് പേടിക്കാതിരിക്കാം. എന്നാൽ അച്ഛനെ കൊല്ലൂന്ന് പറഞ്ഞാൽ പേടിക്കുമല്ലോ. ഉം. സർ, അർജന്റ് ഒരു കംപ്ലൈന്റ് തരാണ്ട്. എന്തു പറ്റി? എൻ്റെ പേര് സംഗീത. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. എന്ത് കണ്ടിട്ടാ പട്ടി നീ നകളിക്കുന്നത്? നിന്റെ കഴുത്ത് നരിച്ചിവിടേട്ട് കൊന്നാൽ പോലും ഒരു പട്ടിയും വരില്ല എന്നോട് ചോദിക്കാൻ. നീ അന്ന് എന്നെ അടിച്ചത് ഞാൻ മറന്നിട്ടില്ല. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്തെന്നാൽ എൻ്റെ തൊഴിലിൻ്റെ മുതലാ നീ. നിന്റെ അച്ഛൻ ജീവനോടെ വേണമെങ്കിൽ ഒരാഴ്ചക്കകം നീ എന്നെ ഫോൺ ചെയ്തിരിക്കണം. എൻ്റെ കൺമുന്നിൽ വരുന്ന സമയം വരെ മാത്രമേ നിന്റെ ജീവിതം നിന്റെ കയ്യിലുള്ളൂ. ഒരു പ്രാവശ്യം കൂടി നീ എൻ്റെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ അടുത്തുനിന്ന് നിനക്കിനി രക്ഷയില്ല. വിക്രം. യെസ് സാർ. മാഡത്തിൻ്റെ ഇന്ന് കംപ്ലൈൻറ്റ് വാങ്ങിക്കോളൂ. ശരി സാർ. ഇതാ സർ. താങ്ക് യു. ശരി സർ, പെട്ടെന്ന് ആക്ഷൻ എടുക്കണം സർ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ശിവയ്ക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്തോ? അതെ. നീ ആരാ? ശിവയെ നിനക്കറിയാന്നോ? എനിക്കറിയാം. ശിവ ഒരു അയാൾ ഒരാളെ വെറുതെ വിടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകണം. എൻ്റെ SI ശിവന്റെ ആളാ. എൻ്റെ അറിവിൽ അയാൾ ഇപ്പം അറിയിച്ചിട്ടുണ്ടാവും. ഞാനെന്തിനു പോണം സർ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവോ? അങ്ങനെയെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വെച്ച് ശിവയെ പറ്റി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാറ് പറയുന്നത് സത്യ സംഗീത. ഇതുപോലെ അയാളുടെ കെണിയിൽപ്പെട്ട 2 പേര് വേറെയുണ്ട്. ജീവിക്കാനും മരിക്കാനും കഴിയാതെ കഷ്ടപ്പെടുന്നവർ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാതെ ഓടിപ്പോവാൻ ശ്രമിച്ചു. എന്നാൽ ഒരു കരുണയില്ലാതെ അവർ ഓരോരുത്തരെയും കൊന്നു തള്ളി അയാൾ. പ്ലീസ്, ഞങ്ങൾ പറയുന്നേക്ക് ഇവിടുന്ന് ഓടിപ്പോ.